പിറ്റേ ദിവസം രാവിലെ മീനു എത്തുന്നതും കാത്ത് ജയ് ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. ജയിനെ കണ്ടതോടെ മീനുവിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം നിറഞ്ഞു. താൻ വിചാരിച്ച കാര്യം നടക്കാൻ പോകുന്നു എന്ന ഒരു സന്തോഷം. ജയെ കണ്ടതോടുകൂടി മീനു ഓടിയെത്തി. ജയ്, എങ്ങനെയുണ്ട് അച്ഛനിപ്പോൾ? അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ റൂമിലേക്ക് മാറ്റി. ഓക്കെ, എന്തിനാ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചേച്ചിയെ കാണാൻ തന്നെ വന്നതാ, ജയ് പറഞ്ഞു. പറയൂ. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചു, അതല്ലേ ഈ വരവിൻ്റെ ഉദ്ദേശം? അതെ ജയ്, സമ്മതം പോലെ ഒരു മൂളൽ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളോട് സംസാരിക്കാം. നിനക്കെന്തെങ്കിലും നിബന്ധനകളുണ്ടോ? മീനുവിൻ്റെ ചോദ്യം. ഉണ്ട്. എന്നാ പറയ്, എന്താ നിൻ്റെ നിബന്ധനകൾ? എനിക്ക് ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. ഓക്കെ, പറയുന്നേ. മീനുവിന് ആകാംക്ഷ കൂടി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ ഈ നാട്ടിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്, അല്ലേ? അതെ. അതിനിപ്പോൾ എന്താ? മീനുവിൻ്റെ മറുചോദ്യം. അതായത് നിങ്ങൾ സമ്പത്ത് കൊണ്ട് എന്നേക്കാൾ ഒരുപാട് മുകളിലാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എന്നെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയായിരിക്കും. അതായത് നിങ്ങളുടെ വീട്ടുകാർ സമ്പത്ത് കൊണ്ട് എന്നെ അളക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ജയ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സമ്പത്തൊരു ടോപ്പിക് അല്ലല്ലോ. ആണല്ലോ, വിവാഹമെന്ന് പറയുന്നതിന് സമ്പത്ത് ഒരു ടോപ്പിക് തന്നെയാണ്. ജയ് വളരെ വ്യക്തമായാണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് മീനുവിന് തോന്നി. അതായത് എനിക്കൊരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു കാരണവശാലും സമ്പത്തിൻ്റെ പേരിൽ എന്നെയോ എൻ്റെ അച്ഛനോ അമ്മയെയോ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരപമാനം സഹിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ആ നിമിഷം പിരിയും. അതായത് എൻ്റെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ തുടരാൻ ഞാൻ തയ്യാറല്ല എന്നർത്ഥം. എന്താ, മനസ്സിലായോ? ജയ്യുടെ വാക്കുകൾ വളരെ ശക്തമാണെന്ന് മീനുവിന് തോന്നി. ജയ്, ഞാനൊരു കാര്യം പറയട്ടെ. തന്നെ ഞാൻ എൻ്റെ കൂടെ ക്ഷണിക്കുന്നത് എൻ്റെ വീട്ടിലെ സെർവൻ്റായിട്ടല്ല, എൻ്റെ ഭർത്താവായിട്ടാണ്. അതായത് കൊട്ടാരം വീട്ടിലെ ഏക മകളുടെ ഭർത്താവായിട്ട്. അവിടെ അപമാനമല്ല തനിക്കുണ്ടാകാൻ പോകുന്നത്, അഭിമാനമാണെന്ന് താൻ മനസ്സിലാക്കുക. താൻ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല. പണം കൊണ്ട് ആരെയും അളക്കുന്നവരല്ല എൻ്റെ ഏട്ടന്മാർ. അത് താൻ ആദ്യം മനസ്സിലാക്കുക. മീനുവിൻ്റെ വാക്കുകളിലും താൻ വിചാരിക്കുന്ന പോലെ വ്യക്തതയുണ്ടെന്ന് ജയ്ക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആത്മാഭിമാനം പണയം വെക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവിടെ തുടരാൻ ഞാൻ ആഗ്രഹിക്കില്ല. സമ്പത്ത് കൊണ്ട് എന്നെ വാങ്ങാനും വിൽക്കാനും നിൽക്കരുത്. ഒരിക്കലുമില്ല ജയ്, താൻ ഇത്രയ്ക്ക് കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യത്തിനില്ല. നമ്മൾ വിവാഹം കഴിക്കാനാണ് പോകുന്നത്, അല്ലാതെ താൻ വിചാരിക്കുന്ന പോലെ അല്ല. മീനു വളരെ ശാന്തമായി പറഞ്ഞു. ഓക്കെ, എനിക്ക് സമ്മതമാണ് നിങ്ങൾ ഈ പറഞ്ഞ വിവാഹ കരാറിന്. ഒരു വർഷം കൊണ്ട് പിരിയാമെന്ന ഉറപ്പോടുകൂടി നമുക്ക് വിവാഹം കഴിക്കാം. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ജയ്, താങ്ക് യു സോ മച്ച്. മീനു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ മീനു ഒരിക്കൽ കൂടി പറഞ്ഞു, ഞാൻ പറഞ്ഞ 3 നിബന്ധനകൾ അതൊരിക്കലും ജയ് മറക്കരുത്. ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട്. തെറ്റായ ഒരു നോട്ടം പോലും എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടാവില്ല, ഞാനത് ഉറപ്പ് നൽകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ വിവാഹക്കാര്യം അത് എൻ്റെ നാവിൽ നിന്ന് മറ്റൊരാൾ അറിയില്ല.
ആ വാക്ക് ഞാൻ നൽകുന്നു. നിങ്ങളുടെ എല്ലാ നിബന്ധനകളും ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ പിരിയണമെന്ന് തോന്നുമോ അന്ന് നമ്മൾ പിരിഞ്ഞിരിക്കും. എഗ്രീഡ്. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിൽ കാര്യം അവതരിപ്പിക്കാം. താൻ തൻ്റെ പാരൻസിനോട് കാര്യം പറയുമല്ലോ, ഓക്കെ അല്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് വിവാഹിതരാവാം. എന്തെങ്കിലും കൂടുതലായിട്ട് ജയ്ക്ക് പറയാനുണ്ടോ? ഇല്ല. നിങ്ങൾ പറഞ്ഞ ഏത് നിബന്ധനയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാവുന്നു. എന്നാൽ ശരി, ഇപ്പം ഞാൻ പൊയ്ക്കോട്ടെ. ജയ്, ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ? പറയൂ. ജയ് എന്നെ ചേച്ചി എന്നാണ് ഇതുവരെ വിളിച്ചിട്ടുള്ളത്. അതെ. എന്നാൽ ഇന്നു മുതൽ ആ വഴി വിളിക്കാൻ പാടില്ല. ഓക്കെ? പിന്നെന്താ വിളിക്കണ്ടേ? മാഡം എന്നാണോ വിളിക്കണ്ടേ? ഒരിക്കലുമല്ല. ഭാര്യയെ ആരെങ്കിലും മാഡം എന്ന് വിളിക്കുമോ? എന്നാൽ എന്ത് വിളിക്കണം എന്നോട് പറഞ്ഞാൽ? ഓക്കെ, എൻ്റെ പേര് രഞ്ജു എന്നാണ്. രഞ്ജു എന്ന് തന്നെ വിളിക്കാം. അതല്ല, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പോലെ മീനു എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒന്നെങ്കിൽ രഞ്ജു അല്ലെങ്കിൽ മീനു, എന്തായാലും ജയുടെ ഇഷ്ടം, നോ പ്രോബ്ലം. പക്ഷേ ചേച്ചി, മാഡം അങ്ങനെയുള്ള വിളികൾ പാടില്ല. ബിക്കോസ് നമ്മളിന്ന് മുതൽ വിവാഹം കഴിക്കാൻ പോകാൻ തീരുമാനിച്ചവരാണ്. അക്കാര്യം ഓർത്തപ്പോഴാണ് വേറൊരു കാര്യം പറയാൻ മറന്നുപോയത്. എന്താ? പറയൂ. അതായത് വേറൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് കയറി ജയ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതെൻ്റെ വീട്ടുകാർ വിശ്വസിക്കില്ല. അതിന് വ്യക്തമായുള്ള ഒരു കഥ വേണം. അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായില്ല, എന്താ ഉദ്ദേശിക്കുന്നത്? ജയ് സംശയത്തോടു കൂടി മീനുവിനെ നോക്കി. അതായത് നമ്മളിപ്പോൾ പെട്ടെന്നൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? അല്ലെങ്കിൽ എനിക്ക് അയാളെ തന്നെ വേണമെന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ അത് പെട്ടെന്ന് വിശ്വസിക്കാൻ ഒരു കഥ വേണ്ടേ? അത് വേണം. അതിന് എന്ത് കഥയാണ് പറയാൻ പോകുന്നത്? എൻ്റെ വീട്ടുകാർക്ക് എനിക്കിതുവരെ ഒരാളോടും താല്പര്യമില്ല എന്ന കാര്യം നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം ചെന്ന് ഞാൻ ഒരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രണയമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നും അവർ ഊഹിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ജയുമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞാൽ അതെൻ്റെ വീട്ടുകാർ വിശ്വസിക്കില്ല. മീനു വളരെ ആലോചിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ജയ്ക്ക് തോന്നി. താൻ കരുതിയതുപോലെ പെട്ടെന്നെടുത്ത തീരുമാനമല്ലായിരുന്നു മീനുവിന് ഈ വിവാഹം എന്നും ജയ്ക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് കഥയാണ് പറയാൻ പോകുന്നത്? വിവാഹം കഴിക്കാം എന്ന തീരുമാനമെടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ചൂസ് ചെയ്തു. അത് ചെയ്യായിരുന്നു എന്ന് ഞാൻ പറയും. ദാറ്റ്സ് ഓൾ. ഓക്കെ? ജയ്യോട് ഞാനാണ് വിവാഹാഭ്യർത്ഥന നടത്തിയതെന്നാണ് ജയ് പറയേണ്ടത്. അത് അങ്ങനെ തന്നെയല്ലേ? അത് തന്നെയല്ലേ സത്യം? അത് തന്നെയാണ് സത്യം. പക്ഷേ ഇതാരെങ്കിലും ചോദിച്ചാലും ഇത് തന്നെയാണ് പറയേണ്ടത്. അതായത് ഞാൻ വന്ന് തന്നോടൊരു വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ നോ പറയാൻ തോന്നാത്തത് കൊണ്ട് താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു. മനസ്സിലായോ? ഇതാണ് നമ്മുടെ സ്റ്റോറി. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇത് ഞാൻ ആരോട് പറയണം എന്നാണ് താൻ ഉദ്ദേശിക്കുന്നത്? അതായത് വിവാഹമെന്ന് പറയുമ്പോൾ അത് വീട്ടുകാരുടെ പ്രശ്നമാണല്ലോ. ഞാൻ ഈ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഏട്ടന്മാർ തന്നെ കാണാൻ വരും. അവർക്ക് മുന്നിൽ പറയാനുള്ള കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മീനു പറഞ്ഞു നിർത്തി. ഓ, അങ്ങനെ. ഓക്കെ. ചിലപ്പോൾ അവർ തനിക്ക് നല്ലൊരു ഓഫർ തരും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ. എൻ്റെ ഒരു കാൽക്കുലേഷനാണ്, ചിലപ്പോൾ തെറ്റാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യണം? എന്ത് ഓഫറാണ് അവർ തരുന്നെങ്കിലും അത് നിരസിക്കാം. എനിക്ക് മീനുവിനെ വിവാഹം കഴിക്കണം എന്ന് പറയുക. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. അവർ തനിക്ക് നൽകുന്ന ഓഫർ എന്തായാലും അതിനേക്കാളും ബെനിഫിറ്റായിരിക്കും നമ്മൾ തമ്മിലുള്ള വിവാഹശേഷമുള്ള തൻ്റെ ജീവിതം. ഓക്കെ? ജയ് മറുത്തൊന്നും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി എങ്ങനെ കാര്യങ്ങളെന്ന്.
ഓക്കെ. ഏട്ടന്മാരെ കാണുമ്പോൾ പേടിക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ അവരൊന്ന് പേടിപ്പിച്ച് നോക്കും. ഓക്കെ. പേടിപ്പിച്ച് മാത്രം നോക്കൂ, അതോ അറിയില്ല, പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴുള്ള അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതാ ഞാൻ ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞത്. മീനു സമാധാനത്തിൽ പറഞ്ഞു നിർത്തി. എൻ്റെ ജീവൻ പോവോ? ജയ് സംശയത്തോടെ മീനുവിനെ ചോദിച്ചു. ഏയ്, അത്രയൊന്നുമില്ല, അവർ പാവങ്ങളാ. സ്നേഹിച്ച ചങ്ക് പറിച്ചു കേൾക്കുന്ന പാവങ്ങൾ. അതുകൊണ്ട് തന്നെ അത്രയൊന്നും പേടിക്കണ്ട. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഏട്ടന്മാരോട് സംസാരിക്കുക. അവർ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മീനുവിനെ വിവാഹം കഴിക്കണമെന്നും വിവാഹ അഭ്യർത്ഥന നടത്തിയത് മുതൽ ഞാൻ മീനുവിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നും പറയുക. അത്രയേ ഉള്ളൂ, വേറൊന്നും ആവശ്യമില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? ജയ് ഒന്ന് മൂളി. ഓക്കെ, എന്നാൽ ഞാൻ പോകട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടിയത്? ജയ് ചോദിച്ചു. ഓ, അതോ, താനിവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു മിനിഞ്ഞാന്ന് രാത്രി എന്ന് താൻ മറന്നുപോയോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചറിയിക്കാം. ജയ് നടന്നു.